ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇപ്പോൾ കേരളത്തിൽ കെ സുരേന്ദ്രനാണ്. അതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇടതുപക്ഷത്തിന് പറഞ്ഞു നിൽക്കാനായിട്ടൊരു സാധ്യത കിട്ടി. കാരണം അവർ ചേലക്കരയിൽ ജയിച്ചു എന്നുള്ളത്. അതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ പാലക്കാട് അവരുടെ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ട് വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നും പിന്നെ വയനാട് സ്വാഭാവികമായിട്ടും ജയിക്കുമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ട് പോലും 4 ലക്ഷത്തിലധികം വരുന്ന ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞു എന്നുള്ളതും അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ സന്തോഷിക്കാൻ എല്ലാവർക്കും ഓരോ കാരണമുണ്ട് എന്ന് പറഞ്ഞതുപോലെ പിണറായിക്കും കാരണമുണ്ട്, വി ഡി സതീശനും കാരണമുണ്ട്. പക്ഷേ കാരണങ്ങളൊന്നുമില്ലാത്ത ഒരു നേതാവ് എന്ന് പറയുന്നത് അത് കെ സുരേന്ദ്രനാണ്. സത്യത്തിൽ അദ്ദേഹത്തിന് ഒരു ചെറിയ കാരണമുണ്ട്. കാരണം ചേലക്കരയിൽ അദ്ദേഹം ഏതാണ്ട് കഴിഞ്ഞ നിയമസഭയുമായി കമ്പയർ ചെയ്താൽ 9,000-ലധികം വോട്ട് കൂട്ടിയിരുന്നു. അപ്പോൾ ഒരു 5,000-ലധികം വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പോലും കൂട്ടാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് 3.98% വർധനവ് കഴിഞ്ഞ ലോക്സഭയിൽ കാണിച്ച ഏക പാർട്ടി സുരേന്ദ്രനാണ്. പക്ഷേ ഇത്തവണ പറ്റിപ്പോയൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പാലക്കാട് അവർ ജയിക്കും എന്ന് പറയുന്ന വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്കൊരു മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ 11,000 വോട്ടുകൾ പുറകോട്ട് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം കെ സുരേന്ദ്രൻ്റെ വലിയ തോതിൽ പാർട്ടിക്കകത്ത് ബാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പാർട്ടിക്കകത്ത് നിന്നും അത് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞേക്കണത് ഞാൻ രാജിവെക്കാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞ വിവരം. അദ്ദേഹം അത് കേന്ദ്ര നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ മാറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല തൽക്കാലത്തേക്ക്. കാരണം അദ്ദേഹം കഴിഞ്ഞ ലോക്സഭ വരെ കുറച്ച് നേട്ടങ്ങളൊക്കെ പാർട്ടിക്ക് ഉണ്ടാക്കിയ ഒരാളാണ്. ഒന്ന്. രണ്ടാമത്തേത്, ഒരു പകരക്കാരനെ കണ്ടെത്തൽ അത്ര എളുപ്പമല്ല. അങ്ങനെ പകരക്കാരനെ കണ്ടെത്തിയാൽ പോലും ഇവിടെ സുഗമമായി കാര്യങ്ങൾ പോകുമെന്ന് BJP വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് ഇതിലൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ഒരു നടപടി എടുക്കുമെന്ന് നമ്മൾ വിചാരിക്കുക വയ്യ. ഇതിലേക്ക് ഇപ്പോൾ ഏറ്റവും നയിച്ചേക്കണ കാരണങ്ങളെന്ന് പറയുന്നത് കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെ തെറ്റായിരുന്നു എന്നുള്ളത് പ്രമീള ശശിധരൻ എന്ന് പറയുന്ന പാലക്കാട് നഗരസഭയുടെ ചെയർപേഴ്സൺ അവർ തന്നെ പുറത്തു വന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കിത് പുറത്തു പറയാതെ വേറെ നിവൃത്തിയില്ല. കാരണം നഗരസഭയിലാണ് വലിയ തോതിൽ BJPക്ക് വോട്ട് കുറഞ്ഞത്. ആ വോട്ട് കുറഞ്ഞപ്പോൾ പ്രമീള ശശിധരൻ പറയുന്ന 1,500 വോട്ടുകൾ അവിടെ കുറഞ്ഞിട്ടുള്ളൂ. പക്ഷേ പ്രമീള ശശിധരൻ പറയാത്തൊരു കാര്യം 6,000-ലധികം വോട്ടുകൾ അവിടെ പോൾ ചെയ്യപ്പെടാത്തതുണ്ട്. എന്ന് പറഞ്ഞാൽ BJPക്കാർ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല എന്ന് ചുരുക്കം. പിന്നെ അതും കൂടാതെ 1,500ഓളം പേർ നോട്ടക്ക് തന്നെ ചെയ്തിട്ടുണ്ടാവും. കാരണം കൃഷ്ണകുമാറാണ് മത്സരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോട് ആളുകൾക്ക് വലിയ വിപ്രതിപത്തി ഉണ്ടായിരുന്നു. അത് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇയാളല്ലാതെ വേറെ ആരെയും കിട്ടിയില്ല എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരേ മുഖം തന്നെയാണല്ലോ എന്നുള്ളത് ഇത് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പക്ഷെ എന്നിട്ടും സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോയി എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. കാരണം ഇത് അവരുടെ ഒരു ഡിഫൻസാണ്. കാരണം ഈ നഗരസഭയിലെ കൗൺസിലർമാർക്ക് വലിയ തോതിലുള്ള ദേഷ്യമുണ്ടായിരുന്നു. അവരാണ് പാര വെച്ചത് എന്ന് പറയുന്ന ആരോപണത്തെ നേരിടാൻ അവരിങ്ങോട്ട് തിരിച്ചടിക്കുകയാണ് ചെയ്തേക്കുന്നത്. കൂടാതെ അവിടുത്തെ നാഷണൽ കൗൺസിൽ മെമ്പറായിട്ടുള്ള ശിവരാജൻ, അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ അവിടെ വലിയ തോതിലുള്ള പാലക്കാട് മുന്നേറ്റമുണ്ടാക്കാൻ സഹായിച്ച ഒരാൾ പാലക്കാട് നഗരസഭയിലൊക്കെ തന്നെ. അപ്പോൾ അദ്ദേഹവും വളരെ കൃത്യമായി അവിടുത്തെ P. രഘുനാഥ് എന്ന് പറയുന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരെയും തിരിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ ഒന്നും അറിയില്ല. 6 മാസം 1 കൊല്ലമായിട്ട് താമസിച്ചിരുന്നതാണ്. അതുകൊണ്ട് ഈ സന്ദീപ് വാര്യർ പോയത് ശരിയല്ല, അദ്ദേഹത്തെയും പിടിച്ചു നിർത്തേണ്ടതായിരുന്നു. പക്ഷെ ഒന്നുമുള്ള ഒരു പ്രവർത്തനവും ഇവർ നടത്തിയില്ല എന്നൊക്കെ പറഞ്ഞു അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളാണ് BJPയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. BJP എന്ന് പറയുന്ന ഒരു പാർട്ടി മാത്രം ഞാൻ നേരത്തെ ഒരു തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒരിക്കൽ കൂടി പറയുന്ന ഒരു കാര്യം, BJP എന്ന ഒരു പാർട്ടിക്ക് മാത്രം സംഭവിച്ചത് സാധാരണ ഏതൊരു പാർട്ടിയും വളർന്നു വരുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ CPM ആണെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് കോൺഗ്രസ് ഒക്കെ ആണെങ്കിലും വലിയ തോതിലുള്ള അഴിമതി ആരോപണമൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ സഹിക്കാൻ തയ്യാറുള്ള ഒരാശയത്തോട് വലിയ തോതിൽ താല്പര്യമുള്ള അതിനോട് വിധേയത്വമുള്ള ആളുകൾ മാത്രമേ ഈ കോൺഗ്രസ്സിനകത്ത് അന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കറിയാം. കാരണം കോൺഗ്രസ്സിൽ ചേർന്നൊന്നും കിട്ടാനില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നല്ല ആളുകൾ മാത്രമേ അതിനകത്തേക്ക് വന്ന് ചേരുള്ളൂ, നല്ല ക്വാളിറ്റിയുള്ള ആളുകളും ചേരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടുന്നവരെ കോൺഗ്രസ്സിന് വലിയ തോതിൽ അപ്രമാദിത്വം ഉണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം അധികാരം കിട്ടിത്തുടങ്ങുമ്പോഴാണ് ഏതൊരു പാർട്ടിയും ദുഷിക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷം പല തൽപര കക്ഷികളുമൊക്കെ വന്നു ചേരും. അങ്ങനെയാണ് പതുക്കെ കോൺഗ്രസിൻ്റെ അപ്രമാദിത്വം തീർന്നു പോയത്. പക്ഷേ അത് വലിയ തോതിൽ ബേസുള്ള ഒരു പാർട്ടി ആയതുകൊണ്ടും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചെന്നൊരു പാർട്ടി ആയതുകൊണ്ടും ദീർഘകാലം അതിന് നിലനിൽക്കാൻ കഴിഞ്ഞു.
CPM-ൻ്റെ കാര്യത്തിലും കേരളത്തിൽ അത് തന്നെയാണ്. CPM ഉണ്ടാകുമ്പോൾ അത്തരത്തിൽ ഒരു സ്വാർത്ഥ താല്പര്യമുള്ളവരൊന്നും ആയിരുന്നില്ല. കാരണം പാർട്ടി പലതവണ നിരോധിക്കപ്പെട്ടതാണ്, ഒളിവിൽ പോയതാണ്, പോലീസുകാരുടെ ഇടി മാത്രമേ ആകെ കിട്ടാനുണ്ടായിരുന്നുള്ളൂ. പഴയ മുദ്രാവാക്യങ്ങളൊക്കെ ഓർത്താലും നിങ്ങൾക്കറിയാം, നഷ്ടപ്പെടുവാനുള്ളത് കൈവിലങ്ങുകളല്ലാതെ മറ്റൊന്നുമില്ല, കീറപ്പായികൾ മാത്രം എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ഇപ്പം ആരും അത് വിളിക്കില്ല, കാരണം വിളിച്ച് കേട്ടാൽ തന്നെ ആളുകൾക്ക് ചിരി വരും. അപ്പോൾ അത്തരത്തിലുള്ള, പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ പാർട്ടി പിന്നെ അധികാരം പിടിക്കാൻ തുടങ്ങിയത് മുതൽ പതുക്കെ പതുക്കെ പാർട്ടിയിലേക്ക് ഈ ഈ ഈ സ്വാർത്ഥ താല്പര്യക്കാരും നിക്ഷിപ്ത താല്പര്യക്കാരും ഒക്കെ കടന്നു വരികയും അവരൊക്കെ ഇത് കൊള്ളയടിക്കാനുള്ള ഒരു മാർഗമാണ് ഈ പാർട്ടിയിൽ നിന്നാൽ ചില വകുപ്പുകൾ ഉണ്ടാക്കാം, ചില ഇത്തിരി ചില്ലറ സംഘടിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ച് പാർട്ടിയിലേക്ക് നുഴഞ്ഞു കയറുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് പാർട്ടി തകർന്നുകൊണ്ടിരുന്നത്. പക്ഷേ BJPക്ക് മാത്രം ഇങ്ങനൊരു കാര്യമല്ല ഉണ്ടായിരുന്നത്. BJP ഒരു സംസ്ഥാന ഘടകം എന്നുള്ള നിലക്ക് അത് പ്രവർത്തിച്ചു വരുമ്പോൾ 5%, 10% ഒക്കെ വോട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ യഥാർത്ഥത്തിൽ കേന്ദ്രത്തിൽ വലിയ തോതിൽ അധികാരം കിട്ടി. അപ്പോൾ അങ്ങനെ അധികാരം കിട്ടിയത് കൊണ്ട് തന്നെ ഒരു തരത്തിൽ സംസ്ഥാനത്തിലേക്ക് വളർച്ചയെത്തിയ അധികാരം കിട്ടുന്നതിന് മുമ്പേ ഒരു ദുഷിച്ചു തുടങ്ങിയ ഒരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പല സ്ഥാപിത താല്പര്യക്കാരും അതിനകത്തേക്ക് വരികയും കേരളത്തിൽ തന്നെ ഈ ഭരണ നേതൃത്വങ്ങൾ മാറി മാറി ഭരിക്കുന്നവരുമായിട്ടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാക്കിയാൽ അതിലൂടെ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നും, കൂടാതെ കേന്ദ്രത്തിൽ തങ്ങൾ ഭരിക്കുന്നത് കൊണ്ട് അവിടെ നിന്ന് സ്ഥാനാർത്ഥിയാകാനൊക്കെ വരുന്ന വലിയ ഫണ്ടുകളുമൊക്കെ ലക്ഷ്യമിട്ട് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ഇടിപിടിയും ബഹളവും വലിയ തോതിലുള്ള ഗ്രൂപ്പിസവും ഉണ്ടായിട്ടുള്ള പാർട്ടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഗ്രൂപ്പിസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം നമ്മളിപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ കാണാൻ. യഥാർത്ഥത്തിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് P. കൃഷ്ണദാസിൻ്റെ പക്ഷവും അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ B. മുരളീധരൻ്റെയും K. സുരേന്ദ്രൻ്റെയും പക്ഷവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അതിശയിപ്പിക്കുന്നൊരു കാര്യം, K. സുരേന്ദ്രനെ V. മുരളീധരൻ കൂടി കൈവിട്ടിരിക്കുന്നു എന്നാണ്. കാരണം കഴിഞ്ഞ ദിവസം മുരളീധരനോട് ആളുകൾ ഇതിൻ്റെ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിക്കൂ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സാധാരണ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് അവർ ഒരുമിച്ച് ന്യായീകരിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. അതിനുശേഷം ഇന്ന് K. സുരേന്ദ്രൻ പറയുന്നൊരു കാര്യം, താൻ രാജിവെക്കണോ, ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം തനിക്കാണെന്ന് പറയുമ്പോഴും താൻ രാജിവെക്കണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് രാജിവെക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം പറഞ്ഞ ഉദാഹരണമാണ് പ്രത്യേകത. V. മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പിറവത്തൊരു ഉപതെരഞ്ഞെടുപ്പുണ്ടായി. ആ പിറവത്തൊരു ഉപതെരഞ്ഞെടുപ്പുണ്ടായപ്പോൾ ആ പിറവത്തുള്ള ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ പണിയെടുത്തതാണ്. പക്ഷേ എന്നിട്ട് പോലും വെറും 2000 വോട്ടാണ് കിട്ടിയത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ ധ്വനി 2000 വോട്ട് നേടിയിട്ടുള്ള V. മുരളീധരന് രാജിവെക്കേണ്ടി വരുന്നില്ല. സോ പാലക്കാട് ഈ പറയുന്ന 39,000-ഓളം വോട്ടുകൾ പിടിക്കുകയും അത്ര വലിയ തോതിലുള്ള ഒരു 11,000 വോട്ടുകൾ കുറഞ്ഞെങ്കിൽ പോലും 39,000 വോട്ടുകൾ പിടിക്കുകയും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്ത തന്നെ സംബന്ധിച്ചോളവും ചേലക്കരയിൽ 5000 കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി കമ്പയർ ചെയ്താൽ ഏതാണ്ട് 9,000-ഓളം വോട്ടുകൾ കൂട്ടുകയും കഴിഞ്ഞ ലോക്സഭയിൽ തന്നെ 5000 കൂട്ടുകയും ചെയ്തിട്ടുള്ള താൻ എന്തിന് രാജിവെക്കണം എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. കൂടാതെ അദ്ദേഹം കഴിഞ്ഞ ലോക്സഭയിൽ നമുക്കറിയാം CPM-നും കോൺഗ്രസിനും LDF-നും UDF-നും ഒക്കെ വലിയ തോതിൽ വോട്ടുകൾ കുറഞ്ഞപ്പോൾ 3.98% കൂട്ടാൻ കഴിഞ്ഞിട്ടുള്ളൊരു പാർട്ടി കൂടിയാണ് BJP എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ BJP-യുടെ ഒരു പ്രസിഡൻ്റായി അധികാരത്തിലിരുന്നാൽ പോലും വലിയ തോതിലുള്ള സൗകര്യങ്ങൾ കിട്ടുമെന്നുള്ള എല്ലാ പാർട്ടികളിലും ഇത്തരത്തിലുള്ള ഒരു അടിയുണ്ട്. ഇപ്പം NCP തന്നെ രണ്ട് MLA-മാരുള്ളൂ, പക്ഷേ അതിനകത്ത് 2 ഗ്രൂപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇതിനകത്ത് തന്നെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ അവർ സംസ്ഥാന പ്രസിഡന്റ് ആകണമെന്ന് വളരെ തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരാളാണ്. അവർക്കെതിരെ ഇപ്പോൾ സംസ്ഥാന നേതൃത്വവും അടക്കം പരാതി കൊടുത്തിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ശരിയാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത്തരത്തിൽ അങ്ങേയറ്റം വലിയ തോതിലുള്ള ഒരു ഗ്രൂപ്പിൽ പ്രവർത്തനവും വലിയ തോതിലുള്ള അടിയും നടക്കുന്ന ഒരു സംഘടനയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനേക്കാളും CPM-നേക്കാളും ഒക്കെ BJP എന്ന് പറയുന്നത്. കാരണം ഞാനീ പറഞ്ഞതാണ്, അധികാരത്തിൽ എത്തുന്നതിന് മുമ്പേ അതിൻ്റെ സുഖങ്ങൾ കിട്ടിയത് കൊണ്ട് വളരാതെ പോയ, അല്ലെങ്കിൽ വേണ്ടത്ര വളർച്ചയില്ലാതെ പോയ ഒരു പാർട്ടിയാണ് BJP. പറഞ്ഞു വന്നത് ഇത്രയും കൂടിയുള്ളൂ. യഥാർത്ഥത്തിൽ 2026 വരുമ്പോൾ ഒരു 11 സീറ്റുകളിൽ കഴിഞ്ഞ ലോക്സഭയിൽ തന്നെ ഒരു ഒന്നാമതെത്തിയിരുന്നു, 9 സീറ്റുകളിൽ അവർ രണ്ടാമതെത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 20ഓളം വരുന്ന സീറ്റുകളിൽ വലിയ തോതിൽ മത്സരം കാഴ്ചവെക്കാനും ഒരു 15-20 സീറ്റുകളൊക്കെ നേടാനും 2026 വലിയ സാധ്യതകളുണ്ടായിരുന്നു. ആ സാധ്യതകൾക്ക് പുറകിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പ് കളി ഒന്നാമതായി അവരെ പിടിച്ചുലക്കുന്നത് ഒരു കാര്യം. രണ്ടാമത്, ഈ തോറ്റതിൻ്റെ പിന്നിൽ ഇത് മാത്രമല്ല കാര്യം, BJP-യോടും ആളുകൾക്ക് വലിയ തോതിലുള്ള അവിശ്വാസം അതിൻ്റെ അണികൾക്കും അനുഭാവികൾക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം K. സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് അഴിമതി കേസും ഏറ്റവും ഒടുവിൽ കൊടകര കള്ളപ്പണ ഇടപാടുകളും 6 ചാക്ക് തൃശ്ശൂരിൽ വന്ന് കെട്ടിവെച്ചു എന്ന് അതിൻ്റെ ഓഫീസ് സെക്രട്ടറി തന്നെ പറയുന്നതും
പിന്നെ കൂടാതെ അഖിലേന്ത്യാ തലത്തിൽ നരേന്ദ്രമോദിയുടെ ഇമേജിനുണ്ടായിട്ടുള്ള വലിയ കോട്ടവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഗ്ലാമർ വലിയ തോതിൽ BJP കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പിടിച്ചുലക്കുന്നത് പോലെ തന്നെ ഒരു സാധാരണ പാർട്ടിയായി നിരവധി പ്രവർത്തകർ BJPയെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. ആ കാണാൻ തുടങ്ങിയതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ പ്രമീള ശശിധരൻ അടക്കമുള്ള ശിവരാജൻ അടക്കമുള്ള നിരവധി നേതാക്കൾ ഇത് പുറത്തു വന്ന് പറയുന്നതും അതിന് മറുപടി പറയാൻ കെ സുരേന്ദ്രൻ പത്രസമ്മേളനം വിളിക്കേണ്ടി വരുന്നതുമൊക്കെ തന്നെ 2026 ഇവരുടെ പ്രതീക്ഷകൾ കൂടി തല്ലിക്കെടുത്തുന്നതായിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇതിനൊരു കടിഞ്ഞാണിടാനും ഇതിന് കൃത്യമായി മറ്റൊരു സ്റ്റേറ്റ് ലെവൽ ലീഡറെ ഉയർത്തിക്കൊണ്ടുവരാനോ അല്ലെങ്കിൽ കണ്ടെത്താനോ കേന്ദ്ര നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, കേന്ദ്ര നേതൃത്വം അങ്ങനെ കാണുന്ന ഒരാൾ എന്ന് പറയുന്നത് അവർക്ക് വിശ്വാസമുള്ള, അവർക്ക് താല്പര്യമുള്ള ഒരാൾ എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാനോ രാഷ്ട്രീയം പോലും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും അറിയുന്ന ഒരാളല്ല എന്നുള്ള വലിയ പരിമിതി കൂടി നിൽക്കുന്നു. ഇനി കേന്ദ്ര നേതൃത്വം ആരെ വിശ്വാസത്തിൽ അർപ്പിക്കും? കാരണം പല പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടും ഒരു മേൽക്കൈയും ഉണ്ടായിട്ടല്ലേ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു ലീഡർഷിപ്പിൻ്റെ വാക്കും ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ തമ്മിൽ ഭേദപ്പെട്ടത് കെ സുരേന്ദ്രനാണ്. അതിനേക്കാൾ മികച്ചൊരാളെ കണ്ടെത്തുക വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ആയതുകൊണ്ട് ഈ 1.5 കൊല്ലം കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രതീക്ഷകൾക്കും വലിയ തോതിൽ ഇതെല്ലാം തന്നെ വിലങ്ങുതടിയാവും.